പാർട്ടിയുടെ വിലക്ക് ലംഘിച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് തിരുവനന്തപുരത്തെ CPI പ്രവർത്തകർ. സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയ മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിലാണ് മീനാങ്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രൂപീകരണം ഉണ്ടായത്. പാർട്ടി വിരുദ്ധ നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് ചൂണ്ടിക്കാട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പ്രവർത്തകരെയും നേതാക്കളെയും എല്ലാം CPI ജില്ലാ നേതൃത്വം വിലക്കിയിരുന്നു. ഈ വിലക്ക് അവഗണിച്ചാണ് ജില്ലാ നേതാക്കൾ അടക്കം പരിപാടിക്കെത്തിയത്. CPI സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്ന മീനാങ്കൽ കുമാറിനെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പാർട്ടി നടപടിയോടുള്ള അമർഷം പരസ്യമാക്കിയ മീനാങ്കൽ കുമാറിനോട് നേതൃത്വം വിശദീകരണം തേടിയിട്ടുണ്ട്. അതിനിടയിലാണ് മീനാങ്കൽ കേന്ദ്രീകരിച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഈ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് ജില്ലാ നേതൃത്വം കഴിഞ്ഞ ദിവസം കർശന നിർദ്ദേശം നൽകിയിരുന്നു. അത് അവഗണിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ജില്ലാ നേതാക്കളടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. രാഷ്ട്രീയവും ഈ ട്രസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ നാടിന് തണലേകാൻ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് പറയുമ്പോഴും CPIയിലെ അസംതൃപ്തരെ ലക്ഷ്യമിട്ടാണ് നീക്കമെന്ന് വ്യക്തമാണ്. പ്രാദേശികമായി തുടങ്ങിയ ട്രസ്റ്റ് പേര് മാറ്റി ജില്ലാ സംസ്ഥാന തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. CPI സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്ന C. ഉദയകല പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം പിന്മാറി. പാർട്ടി നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം കണക്കിലെടുത്താണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം കൂടിയായ ഉദയകല പിന്മാറിയത്. പരിപാടിയുടെ ഉദ്ഘാടകനാകേണ്ടിയിരുന്ന തദ്ദേശ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ജോൺ സാമുവൽ IASനെയും CPI നേതൃത്വം ഇടപെട്ട് പിന്തിരിപ്പിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.